സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ബെനിഹിൻ കണ്ട സ്വർഗം, അതാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിൽ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഡേ സ്റ്റാർ TV-യിൽ ബെനിഹിൻ്റെതാകുന്ന ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയെ തീർന്നു. വളരെ കൗതുകം ഉളവാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ബെനിഹിൻ ഡേ സ്റ്റാറിലൂടെ നൽകിയ വാണിംഗ് എന്ന പേരിൽ ഡേ സ്റ്റാറിൻ്റെ തന്നെ ഒഫീഷ്യൽ ചാനലിൽ അവർ ആ വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആധികാരികമായ വീഡിയോ ആണ്. ചിലരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു ഇത് AI കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണ്. കാരണം ഈ കാലത്ത് എല്ലാവർക്കും അങ്ങ് സംശയമാണ്. പ്രത്യേകിച്ച് ബെനിഹിനെ പോലുള്ള ഒരാൾ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന ഒരു വീഡിയോയിൽ പറയുമ്പോൾ ഇത് ബെനിഹിൻ തന്നെയാണോ പറഞ്ഞതെന്ന് ആളുകൾക്ക് സംശയം തോന്നും. ഇത് വളരെ കൃത്യമാണ്. ഡേ സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ അവർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ ബെനിഹിൻ കണ്ട ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അതായത് താൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിൻ്റെ വാതിലിൽ താൻ എത്തി നിൽക്കുകയാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനേക ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഓരോരുത്തർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ്. സ്വർഗീയമാകുന്ന സംഗീതം അവിടെയുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തർ വന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആ പുസ്തകത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ വാതിൽ തുറക്കാതെ രണ്ട് ബലിഷ്ഠരായ മനുഷ്യർ വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും സംഗീതം മാറുന്നു. അവിടെ കേൾക്കുന്ന ആ മനോഹരമായ സംഗീതം മാറിയിട്ട് ഒരു ഭയാനകമാകുന്ന ശബ്ദമാണ് പിന്നെ കേൾക്കുന്നത്. ആകപ്പാടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ആ മനുഷ്യന്റെ മുഖത്തെ ഭയം, അത് തൻ്റെ സ്വപ്നത്തിൽ താൻ കണ്ടത് തനിക്ക് ഇപ്പോഴും മറക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ബെനിഹിൻ പറയുന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് മുമ്പോട്ട് പോകുന്നു. ചിലരെ റിജക്റ്റ് ചെയ്യുന്നു, ചിലരെ അകത്തേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ബെനിഹിൻ്റെ ടേണായി. ഇനിയും അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കോർഡ്സ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം വളരെ ഭയത്തോടു കൂടി നിൽക്കുന്നു. യെസ് എന്നാണോ നോ എന്നാണോ ആൻസർ? നോ എന്നാണ് ആൻസർ എങ്കിൽ എന്ന് ഭയപ്പെട്ടു നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആ ദർശനത്തിൽ നിന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ബെനിഹിൻ ഉണർന്നു. അദ്ദേഹം ഭയപ്പെട്ട് വിറച്ചുപോയി. അദ്ദേഹം പറയുന്നത് ആ സ്വപ്നം തന്നെ വളരെയധികം ഭീതിപ്പെടുത്തി. തനിക്ക് ആ ഒരു ഭീതിയിൽ നിന്ന് പിന്നീട് ഇന്ന് വരെ പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടില്ല. 5-6 ദിവസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒത്തിരി ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ബെനിഹിൻ പറയുന്നത് ആ വീഡിയോയിൽ തൻ്റെ ഇൻ്റർവ്യൂവിൽ തുടർന്ന് താൻ പറയുന്നത് സ്വർഗത്തിൽ പോകുവാൻ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെത്ര വലിയ നഷ്ടമായിരിക്കും. അത് തന്നെ ഭയപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നു. അതായത് പൗലോസ് പറയുന്നില്ലേ, താൻ തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. താൻ പ്രസംഗിച്ചിട്ട് താൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് പൗലോസ് പറയുകയാണ് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോൾ ബെനിഹിൻ പറയുന്നത് താനും ഇപ്പോൾ അങ്ങനെ ഒരു പരിശ്രമത്തിലാണ്. കാരണം ഒരു കാരണവശാലും തനിക്ക് നിത്യത നഷ്ടപ്പെടുവാൻ പാടില്ല. ആ സ്വപ്നം തന്നെ ഭയപ്പെടുത്തുന്നു. നിത്യത നഷ്ടപ്പെടുവാൻ ഒരു സാധ്യതയുണ്ട് എന്ന തൻ്റെ സ്വപ്നം തന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ് ബെനിഹിന് പറയാനുള്ളത്. ബെനിഹിനെ കുറിച്ച് ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം ഒരു വിവാദ പുരുഷനാണ്. ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻസിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതമായിട്ടുള്ള ബന്ധത്തിലൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങൾ നമ്മളൊക്കെ കേട്ടതാണ്. എന്നാൽ കഴിഞ്ഞ വർഷം 2024 മെയ് മാസത്തിൽ, അതായത് ഈ മെയ് മാസത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വരുന്നതെങ്കിൽ കൃത്യമായിട്ട് 1 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു ഇൻ്റർവ്യൂവിൽ താൻ പുറവാനിടയായി തീർന്നു. തനിക്ക് തെറ്റുപറ്റി. താൻ പ്രോസ്പെരിറ്റി ഒരു തിയോളജി പ്രസംഗിച്ചത് തെറ്റായിപ്പോയി. താൻ ഫേക്ക് പ്രൊഫസീസ് നടത്തിയിട്ടുണ്ട്. താൻ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ റോഡിൻ്റെ അവസാനം എത്തി നിൽക്കുകയാണ്. ഇനിയും തനിക്കധികം ജീവിക്കുവാനൊന്നും സമയമില്ല. തനിക്ക് തൻ്റെ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകണം എന്ന് ഒരു കാര്യം 1 വർഷം മുമ്പ് താൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് 1 വർഷത്തിന് ശേഷം താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് താൻ പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വചനമെടുത്തപ്പോൾ ഈ കാര്യങ്ങൾ ആ വചനത്തിൽ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ബെനിഹിനെ പോലുള്ള അനേക ദൈവദാസന്മാർ, ശക്തന്മാരായവർ അവരെ വീണുപോയിട്ടുണ്ട്. ശക്തന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കർത്താവിന് വേണ്ടി വലിയ സ്കെയിലിൽ ഉപയോഗിക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. അല്ലാതെ അവരുടെ ശക്തി അളന്നിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. അങ്ങനെ ആരും ഇനിയും വഴക്കുണ്ടാക്കാൻ വരരുത്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള അനേകർ വീണുപോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാം, കർത്താവിന് ഒട്ടും ഇഷ്ടമല്ല അവർ നിത്യത നഷ്ടപ്പെട്ടു പോയി
ഇല്ലാതായിത്തീരുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കാരണം കർത്താവിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസൻ, ഭാവിയിൽ അദ്ദേഹം തൻ്റെ ജീവിതാവസാന കാലമായപ്പോൾ ദുരുപദേശമൊക്കെ പഠിപ്പിച്ച് ദൈവത്തിൽ നിന്ന് ദൂരെ പോകുന്നത് കർത്താവിന് വലിയ സങ്കടമാണ്. പിശാചനാണ് അത് ഒത്തിരി സന്തോഷം ഉളവാക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ അങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. വില്യം ബ്രഹാമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവാവസാന സമയത്ത് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു ചാൻസ് ലാസ്റ്റ് മൊമെന്റിലെങ്കിലും റിഫണ്ട് ചെയ്യാൻ കൊടുക്കുമെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവർ നഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത്ര കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത് യൂസ് ആൻഡ് ത്രോ അല്ലല്ലോ, ഉപയോഗിച്ചിട്ട് എറിഞ്ഞു കളയാനല്ലല്ലോ. എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്നു, ദൈവം നമ്മുടെ ആ പ്രവൃത്തികളെ മറക്കുവാൻ തൊക്കോണം അനീതിയുള്ളവനല്ല, ദൈവം വിശ്വസ്തനാണ്. നമ്മൾ കർത്താവിന് വേണ്ടി ഓടിയത് അധ്വാനിച്ചതൊക്കെ മറക്കുവാൻ തൊക്കോണം ദൈവം അനീതിയുള്ളവനല്ല. അപ്പോൾ ദൈവം നമ്മൾ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അവസരങ്ങൾ തരുന്ന ദൈവമാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പ് കേവലം ബെന്നിഹിന് വേണ്ടി മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല, നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പാണ്. തെറ്റുകൾ സംഭവിക്കരുത്, അബദ്ധം സംഭവിക്കരുത്, നിത്യത ഉറപ്പാക്കണം. നാം പ്രസംഗിച്ചിട്ട് നാം തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടതിന് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ഇതോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയുക. ബെന്നിഹിൻ തൻ്റെ ആ ഇന്റർവ്യൂവിൽ പറയുന്ന അടുത്ത ഭാഗം, അതായത് താൻ കണ്ട മറ്റൊരു ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗം ചിലപ്പോഴൊക്കെ നമ്മുടെ അഭിഷേകം നമ്മളെ നശിപ്പിക്കും. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരാളുടെ മേലുള്ള അഭിഷേകം അയാളെ നശിപ്പിക്കുമോ? പക്ഷെ ബെന്നിഹിൻ പറഞ്ഞതിൻ്റെ ആശയം എനിക്ക് മനസ്സിലായി കേട്ടോ. ഇത് വലിയ സബ്ജക്റ്റാണ്. ഇത് 1-2 വാക്കുകളിൽ പറയാൻ പോയി കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, കോൺട്രവേഴ്സിയാകും. അതുകൊണ്ട് ഞാനൊരു സജഷൻ തരികയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന് ഈ വിഷയം ഞാൻ രാവിലെ കൈകാര്യം ചെയ്തിരുന്നു. അതായത് എന്താണ് ബെന്നിഹിൻ പറഞ്ഞത്, ഒരാളുടെ അഭിഷേകം എങ്ങനെയാണ് ആ വ്യക്തിയെ ഡിസ്ട്രോയ് ചെയ്യുവാനിടയായിത്തീരുന്നത് എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയർ, അതായത് ശനിയാഴ്ച, ഇന്ന് ഈ പാഠഭേദം ചെയ്യുന്ന ദിവസം 10-ാം തീയതി, മെയ് മാസം 10-ാം തീയതി ശനിയാഴ്ചത്തെ ഈ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ വീഡിയോയുടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് മനസ്സിലാകും. അദ്ദേഹം പറയുന്നത് ഒരുത്തൻ്റെ അഭിഷേകത്തിന് അദ്ദേഹത്തെ നശിപ്പിക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? അഭിഷേകം 2 തരത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. ഞാൻ അതിനെ കൂട്ടു നിൽക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് പറയാണ്. ഒരഭിഷേകം ദ അനോയിന്റിങ് ഓൺ അസ്, നമ്മുടെ മേലിരിക്കുന്ന അഭിഷേകം. മറ്റൊരു അഭിഷേകം ദ അനോയിന്റിങ് ഇൻസൈഡ് അസ്, അതായത് നമ്മുടെ മേലിരിക്കുന്ന അഭിഷേകവും നമ്മുടെ അകത്തിരിക്കുന്ന അഭിഷേകവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തിയോളജിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാശയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട്, ഡോക്ടറിനല്ല, ആ പറഞ്ഞതിനകത്ത് ഒരു സത്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മേലിരിക്കുന്ന അഭിഷേകം ഒരു ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ്സിന്റെ ഒരു കൊട്ട പോലെയാണ്. അത് നമുക്ക് ഭാരമാണ്. അത് ഒരു പക്ഷേ നമ്മൾ ഒത്തിരി ഗിഫ്റ്റ്സിൽ ഉപയോഗിക്കപ്പെടും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കപ്പെടും. പക്ഷേ നമ്മുടെ മേൽ അത് ഭാരമാണ്. നമ്മുടെ മേൽ അത് ഭാരമായതുകൊണ്ട് നമ്മൾ ക്ഷീണിതരാണ്, ആത്മീകമായി വളർന്നവരല്ല. അവസാനം നമ്മൾ തകർന്നു പോകും. ഒരുപക്ഷെ ബെന്നിഹിൻ തൻ്റെ അനുഭവത്തിൽ കൂടി ആയിരിക്കാം പറഞ്ഞത്. താൻ വലിയ ഗിഫ്റ്റ്സിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. തൻ്റെ മേലുള്ള അഭിഷേകം, ഒരുപക്ഷെ തൻ്റെ മേലുള്ള അനോയിന്റിങ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വളർച്ചയോ ഒരു ബലമോ നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട് പേരെടുത്തു, പ്രശസ്തി എടുത്തു. എന്നാൽ അദ്ദേഹം പറയുന്നു, അകത്തിരിക്കുന്ന അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പില്ലർ പോലെ ആ വ്യക്തിയെ സ്ട്രോങ് ആക്കും. അതായത് ഏത് വ്യക്തിയാണോ അഭിഷേകത്താൽ നിറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ സ്ട്രോങ് ആക്കുന്ന ഒരു അഭിഷേകം. അദ്ദേഹം പറയുന്നത് നമ്മുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അകത്തൊരു അഭിഷേകം ഉണ്ടാകണം, നമ്മൾ സ്ട്രോങ് ആകണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ പറ്റുകയുള്ളൂ. ഇതൊരു വലിയ തിരിച്ചറിവ്. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ, തിയോളജിക്കൽ കറക്റ്റ്നെസ് ഉണ്ടോ എന്ന് ആളുകൾക്ക് സംശയം തോന്നുമെന്നുള്ളത് കൊണ്ട് ഞാനതിനെ ഇന്ന് രാവിലെ എങ്ങനെയാണ് മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഇന്നർമേൻ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണുകയും എനിക്ക് ആശയം ഇഷ്ടപ്പെടുകയും ചെയ്തത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാമോ? നമുക്ക് 2 തലങ്ങൾ നമുക്കെടുക്കാം. ഒന്ന് നമ്മുടെ ഔട്ടർ മേൻ, നമ്മുടെ ഈ ശരീരം, ആദാമ്യ ശരീരം എന്ന് വിളിക്കാം. നമ്മുടെ ആദാമ്യ ശരീരത്തിൽ ഔട്ടർ മേനിൽ ഇരിക്കുന്ന കൃപാവരങ്ങളും അഭിഷേകവും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് പേരെടുക്കാം, പ്രസിദ്ധനായിത്തീരാം. പക്ഷെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നില്ലെങ്കിൽ, ഇന്നർ മാൻ എന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നില്ലെങ്കിൽ, അങ്ങനെ പേരെടുത്ത് പ്രസിദ്ധനായി തീർന്ന വ്യക്തികൾ നാളെ അകത്തെ മനുഷ്യന്റെ ശക്തിക്കുറവ് കൊണ്ട് തകർന്നു പോകുവാനും താളടിയാകുവാനും പാപിയാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഒത്തിരി ദേവദാസന്മാർക്ക് പറ്റിയ അപകടം ഇതാണ്.
അവരുടെ പുറമേയുള്ള മനുഷ്യനിലൂടെ വലിയ മാനിഫെസ്റ്റേഷൻ നടന്നു. അവരുടെ പുറമേയുള്ള മനുഷ്യൻ ദൈവശക്തിയുടെ പ്രദർശനശാലിയായി തീർന്നു. പക്ഷെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? പുറമേയുള്ള മനുഷ്യൻ ഭയങ്കര ഹീറോയാ, പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ വളർന്നു നിൽക്കുക. ആരാണ് വളർന്നു നിൽക്കുന്നത്? ആടമാണെന്ന് ഓർക്കണം. അതായത് ആദമീയ ശരീരമോ വളർന്നു നിൽക്കുന്നതെന്ന് ഓർക്കണം. അകത്തെ മനുഷ്യനോ പണ്ട് ക്രിസ്തുജീവിതം ആരംഭിച്ചപ്പോൾ ഒരു കുഞ്ഞായി ജനിച്ച ആ കൊച്ചു കുഞ്ഞ് അതുപോലെ തന്നെ ഇരിക്കുന്നു. ക്രിസ്തുവിൽ വളർച്ചയില്ല, ഇപ്പോഴും ശിശുക്കളാണ്. എന്നാൽ ജഡമങ്ങ് വളർന്നു കയറി. ജഡത്തിൽ ഈ പറഞ്ഞതുപോലെ അഭിഷേകവും പ്രാർത്ഥനയും വലിയ പ്രവർത്തികളൊക്കെ പുറമേ ഉണ്ട്, അകത്തൊന്നുമില്ല എന്ന അർത്ഥം. എന്നാൽ ഇതല്ല സംഭവിക്കേണ്ടത്. അപ്പോൾ ബെന്യഹീൻ പറഞ്ഞ ആശയത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കത്തക്കവണ്ണം വേദപുസ്തകത്തിന്റെ ഒരു തിയോളജിയുടെ ഒരു ബോക്സിലിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യുകയാണ്. പുറമേയുള്ള മനുഷ്യനിലെ പ്രകടനങ്ങളോ ഒന്നുമല്ല കാര്യം. അകത്തെ മനുഷ്യൻ നിമിത്തം നാം ശക്തിപ്പെടണം. ഇന്നർ മാൻ അല്ലേ? പൗലോസൊക്കെ പറയുന്നില്ലേ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു. അകത്തെ മനുഷ്യൻ, ആ ജനിച്ച കൊച്ചു കുഞ്ഞ് അല്ലെ, രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞായി ജനിച്ച ആ കുഞ്ഞ് വചനമെന്ന പാലൊക്കെ കുടിച്ച് വളർന്ന് ശക്തിയുള്ള ഒരു ആത്മീകനായി തീർന്നു കഴിയുമ്പോൾ ആ ആത്മീകനായ ഒരു കരുത്തനായ ഇന്നർമാൻ അകത്തെ മനുഷ്യനുള്ള വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് അതിനെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ പിന്നെ ഈ ജഡത്തിലൂടെ വെളിപ്പെടുന്ന കൃപാവരങ്ങൾ, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രകടമാകുന്ന കൃപാവരങ്ങൾ വളരെ പക്വതയോടെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പലപ്പോഴും പലർക്കും പറ്റുന്നത് ഈ ജഡത്തിന്മേൽ ജയമില്ല, ഇന്നർമേന് ശക്തിയില്ല, കൃപാവരങ്ങളുണ്ട്. ഇത് ഒരു വലിയ അപകടമാണ്. ഈ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറയുന്നത്. ബെന്യഹീൻ കണ്ട സ്വപ്നവും അഭിഷേകം ചിലരെ ചിലപ്പോൾ നശിപ്പിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വാദവും ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. നല്ല ആശയമാണെന്ന് തോന്നി, നമുക്ക് അനുഗ്രഹമാണെന്ന് തോന്നി. ഒരു കാര്യം കൂടെ പറയണം. ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുമ്പോൾ 2-3 ദിവസം മുമ്പ് ശ്യാമൽ തമ്പി പാസ്റ്റർ അല്പസമയങ്ങൾ വചനം എടുത്തപ്പോൾ പറഞ്ഞു, താനൊരു സ്വപ്നം കണ്ടു. കർത്താവിന്റെ മടങ്ങി വരവ് തന്നെയാണ് കണ്ടത് കേട്ടോ, ബെന്യഹീൻ കണ്ട സ്വപ്നം പോലെ. എന്നാൽ ആ മടങ്ങി വരവിൽ അദ്ദേഹം കാണുന്നത് പലരും കൈവിടപ്പെടുന്നു. അതായത് സ്വർഗത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച പലരും അതിനകത്തില്ല എന്ന് താൻ കണ്ടപ്പോൾ തനിക്ക് സങ്കടവും അത്ഭുതവും തോന്നി. എന്നിട്ട് തന്റെ സ്വപ്നത്തിൽ തനിക്ക് ഒരു ഉൾവിളി ഉണ്ടാകുകയാണ്. ദൈവം തന്നോട് സംസാരിക്കുകയാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി ദൈവമക്കളെ തയ്യാറാക്കണം, ജനത്തെ പഠിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് ഒരു സന്ദേശം കൊണ്ട് നൽകിക്കൊണ്ട് നമ്മെ തന്നെ വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ കാഹളത്തിന് വേണ്ടി തയ്യാറാക്കണമെന്നൊരു സന്ദേശം കൊണ്ട് നൽകിക്കൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.